ശ്രീ സേനാപതി വേണു, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കാര്യവട്ടം ക്യാമ്പസിൽ ഇടിമുറി ഇല്ല എന്നുള്ള അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. എന്തായാലും VCക്ക് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. KSU നേതാവിനെ അത്തരത്തിൽ കൊണ്ടുപോയി ഇടിച്ചിട്ടേ ഇല്ല, മർദ്ദിച്ചിട്ടേ ഇല്ല എന്നാണ് പുതിയ റിപ്പോർട്ടിൽ. SFI പ്രതികളെ, SFIക്കാരെ കൃത്യമായി സംരക്ഷിക്കുന്ന റിപ്പോർട്ട്. അതായത് ക്യാമ്പസുകളിലാണെങ്കിൽ SFI ഗുണ്ടാ വിളയാട്ടം, അവരെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗം അധ്യാപകർ. ഇനി അതല്ല, CPMലേക്ക് വരികയാണെങ്കിൽ പരസ്യമായി തന്നെ പ്രതികളെ, ഗുണ്ടകളെ ഇത്തരത്തിൽ മാലയിട്ട് സ്വീകരിച്ച് അഭിവാദ്യം അർപ്പിച്ച CPMലേക്ക് കൊണ്ടുവരികയാണ്. ഏതെങ്കിലും രീതിയിലുള്ള വിമർശനം ഉണ്ടാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യം ഉണ്ടാകുകയാണെങ്കിൽ, ഇന്ന് പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞത്, കാപ്പ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു വകുപ്പൊന്നുമല്ല, അതിന് അത്ര വലിയ കുറ്റമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ്. എന്തായാലും ക്രിമിനലുകളെയൊക്കെ ഇങ്ങോട്ടേക്ക് വന്നോളൂ, ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്നുള്ള പ്രത്യക്ഷമായ ഒരു സന്ദേശം തന്നെയല്ലേ നൽകുന്നത് ഇതിലൊക്കെ കൂടെ? രോഹിണി, ലക്ഷണമൊത്ത ഒരു ഫാസിസ്റ്റ് കേരളത്തിൽ ഭരണം നടത്തുമ്പോൾ ഇങ്ങനെയൊക്കെ കേരളത്തിൽ സംഭവിക്കൂ എന്ന് നമുക്ക് സമാധാനിക്കാൻ മാത്രമേ മാർഗമുള്ളൂ. അങ്ങ് ചോദിച്ച ചോദ്യം കാര്യവട്ടത്തെ ക്യാമ്പസിലെ അക്രമത്തെക്കുറിച്ചാണ്. അവിടെ അന്വേഷണം നടത്തിയ അധ്യാപകർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് അവിടെ ഇടിമുറി ഇല്ല എന്നുള്ളതാണ്. ഈ അധ്യാപകരുടെ രാഷ്ട്രീയം എന്ത് എന്നുള്ളത് അതൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഏതായാലും KSU വിദ്യാർത്ഥി മാരകമായി അദ്ദേഹത്തിന്റെ ശരീരത്ത് പരിക്കേറ്റിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തെ പരിക്കുകൾ വളരെ ഗുരുതരമാണ് എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തെ പരിശോധിച്ച ആരോഗ്യ വിഭാഗം ആ കാര്യമെല്ലാം വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ CPM തിരുത്തുമോ എന്നൊരു ചോദ്യമാണല്ലോ നമ്മൾ ചോദിക്കുന്നത്. തെറ്റുകൾ CPM തിരുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആന ചെളിയിൽ ചാടിയ പോലെയാണ്. ആന ചെളിയിൽ ചാടിക്കഴിഞ്ഞാൽ ആ ചെളിയിൽ നിന്ന് കയറാനായി കൂടുതൽ ശക്തിയോടുകൂടി അത് കുതിക്കും. ആ കുതിക്കും തോറും ശരീരത്തിന്റെ ഭാരം കൊണ്ട് കൂടുതൽ താഴ്ചയിലേക്ക് പോവുകയുള്ളതാണ്. CPM തെറ്റ് തിരുത്താനായി എത്രമാത്രം ശ്രമം നടത്തിയാലും അവർ കൂടുതൽ തെറ്റിലേക്ക് പോവുകയുള്ളൂ. കാരണം ഇത് ഈ പാർട്ടിയുടെ സംവിധാനം അങ്ങനെയാണ്. ഇത് ഈ ക്രിമിനലുകളെ തീറ്റിപ്പോറ്റുക, ക്രിമിനലുകളെ സംരക്ഷിക്കുക, അവർ വഴി പാർട്ടിയെ വളർത്തുക, ഇത് ഈ പാർട്ടിയുടെ ഒരു എന്താ പറഞ്ഞ ഒരു അജണ്ടയായി മാറിയിരിക്കുക. ഞാൻ ഇന്നലത്തെ ഒരു ഇൻസിഡന്റ് നമുക്കറിയാം. എടപ്പാളിൽ പത്തനാപുരംകാരൻ ഷാജഹാൻ എന്ന് പറയുന്ന അവനൊരു തൊഴിലാളിയാണ്. 10, 20, 25 വയസ്സുള്ളൂ. എന്താ പറഞ്ഞ ഇലക്ട്രിക് വർക്കുകൾ ചെയ്യുന്ന ഒരു തൊഴിലാളി. അപ്പോ എടപ്പാളിലെ കരാറുകാരന്റെ സാധനങ്ങൾ രാത്രിയിൽ വരുന്നു. പിറ്റേ ദിവസം ജോലി ആരംഭിക്കേണ്ടതാണ്. രാത്രിയിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ എടപ്പാളിലെ CITU തൊഴിലാളികൾ, നമ്മുടെ നാട്ടിലെ 2 പ്രധാനപ്പെട്ട കരിനിയമങ്ങളാണ്. ഞാനൊരു ട്രേഡ് യൂണിയൻ പ്രവർത്തകനും കൂടിയാണ്, എങ്കിലും ഞാൻ പറയുന്നു, നമ്മുടെ നാട്ടിലെ 2 പ്രധാനപ്പെട്ട കരിനിയമങ്ങൾ, ഒന്ന് ഈ ചുമട്ടുതൊഴിലാളി നിയമവും അതോടൊപ്പം തന്നെ ഈ ട്രേഡ് യൂണിയനുകളെ ഈ ഇത് നടത്താൻ വേണ്ടി ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം. അത് പോട്ടെ, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഇവിടെ രാത്രിയിൽ ഈ ലോഡ് വരുന്നു. ലോറിക്കാരന് പിറ്റേ ദിവസം തിരിച്ചു പോകേണ്ടതാ, അല്ലെങ്കിൽ അവൻ ഇരട്ടി വാടക കൊടുക്കണം. കാരണം ലോറിക്കാരൻ പറഞ്ഞു, എനിക്ക് വെയിറ്റിംഗ് ചാർജ് തരണം. വെയിറ്റിംഗ് ചാർജ് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് കോൺട്രാക്ടർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. അപ്പോൾ കരാറുകാരൻ പറഞ്ഞു, പുറത്ത് അന്വേഷിച്ചപ്പോൾ CITUക്കാർ തൊഴിലാളികൾ, അവരാണ് അവിടെ ഈ തൊഴിൽ എടുക്കാനായിട്ട്, അവർക്ക് മാത്രമേ അതിന് അധികാരമുള്ളൂ. അതാണല്ലോ ഈ നിയമത്തിലെ ഒരു കരിനിയമത്തിലെ, എന്റെ ചരക്ക്, എന്റെ മുതല് എനിക്കിറക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ, ഒരു നാട്ടിലാണ് ജീവിക്കുന്നത്. അപ്പം ഏതായാലും CITUക്കാരെ ലഭ്യമായില്ല. അപ്പൊ ഈ മനുഷ്യന് ലോറി പറഞ്ഞു വിടുകയും ചെയ്യണം, പിറ്റേ ദിവസം ജോലി ആരംഭിക്കുകയും ചെയ്യണം. ഏതായാലും ഇദ്ദേഹം ഈ തന്റെ കൂട്ടത്തിലുള്ള ഈ സാധുക്കളായ മനുഷ്യരെ കൊണ്ട് ഈ ലോഡ് ഇറക്കിക്കാനുള്ള പണി, ഒരു ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതും കോമ്പൗണ്ടിനകത്താണ്. ഹൈക്കോടതിയുടെ പല വിധികളുമുണ്ട്. നമ്മുടെ ഒരു കോമ്പൗണ്ടിനകത്ത് നടക്കുന്ന ഒരു നിർമ്മാണ പ്രവർത്തനത്തിൽ പുറത്തു നിന്നുള്ള തൊഴിലാളികൾക്ക് ഇടപെടാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ ഇവർക്ക് നിയമവും ഇതൊന്നും പുല്ലായതുകൊണ്ട് ഏതായാലും ഒരു 10-30ഓളം വരുന്ന CITUക്കാരെ ഇരച്ച് കയറി ഈ പാവപ്പെട്ട തൊഴിലാളികളെ മുഴുവൻ അടിച്ചോടിച്ച് ഈ സാധു ഷാജഹാൻ ഈ അടി ഭയന്ന്, കാരണം കമ്പിവടിക്ക് അടിക്കുക, അടി ഭയന്ന് കെട്ടിടത്തിന്റെ മുകളിൽ കയറി, പോകാൻ മാർഗമില്ലാത്തതുകൊണ്ട് താഴേക്ക് ചാടി. ഞാൻ ഏതായാലും ഇന്നത്തെ FIRൽ ഇട്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ ഏതായാലും ഷാജഹാന്റെ പേരിൽ 2ാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിന് ആത്മഹത്യാശ്രമം ഇപ്പൊ സുപ്രീം കോടതി നള്ള ലോയിഡ് ആക്കിയത് കൊണ്ട്, ആ വകുപ്പ് എടുത്തു കളഞ്ഞതുകൊണ്ട് ഏതായാലും ആത്മഹത്യാശ്രമത്തിനുള്ള കേസ് എടുത്തില്ല. ഇല്ലെങ്കിൽ ഇന്ത്യൻ ശിക്ഷ മാത്രമല്ല ശ്രീ സേനാപതി വേണു, പാവത്തിന്റെ 2 കാലുകളും ഒടിഞ്ഞ ചികിത്സയിലാണ്. ഇനി എത്ര നാൾ ഒരുപക്ഷെ ഈ ജീവിതോപാധി പോലും നടത്താൻ കഴിയാതെ വരും. ഞാനൊന്ന് തുടർന്നോട്ടെ രോഹിണി. ഞാൻ പറഞ്ഞത്, ആ മനുഷ്യന്റെ 2 കാലും ഒടിഞ്ഞ് ആശുപത്രിയിൽ കിടക്കുമ്പോൾ
വെറും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുന്നു. ഇവിടെ മുഖ്യമന്ത്രി യാത്ര ചെയ്തിരിക്കുന്ന ഒരു വിമാനത്തിൽ പ്രതിഷേധം എന്ന മുദ്രാവാക്യം വിളിച്ച 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ 45 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവര് റിമാൻഡിൽ നിന്നിറങ്ങിയത്, കേരളത്തിലെ പോലീസ് സംവിധാനം. അടുത്തത് നമ്മൾ കണ്ടത് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലാണ്. ഗുരുദേവൻ ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ പേരിലുള്ള കോളേജ് ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അവരന്റെ സുഖത്തിനായി വരണം, അതാണല്ലോ ഗുരുദേവ ധർമ്മം എന്ന് പറയുന്നത്. അവിടുത്തെ പ്രിൻസിപ്പാൾ ശ്രീ രാജീവ് കുമാർ, ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. അദ്ദേഹം ചെയ്തത് എന്താ? കോളേജിന്റെ അഡ്മിഷന്റെ ദിവസം SFIക്കാരൻ ഒരു ബെഞ്ചിട്ട് അവിടെ ഇരിക്കുന്നു, ഹെൽപ്പ് ഡെസ്ക്. അത് എന്തിനു വേണ്ടിയാ? SFIയിൽ വിദ്യാർത്ഥികളെ ചേർക്കാൻ, ഇവരുടെയൊക്കെ പേരും അഡ്രസ്സും എഴുതിക്കൊണ്ട് പോയി നാളെ അവരെ SFIയിൽ ചേർക്കാൻ. അപ്പൊ പ്രിൻസിപ്പാൾ പറഞ്ഞു, ഇത് വ്യവസ്ഥാപിതമായ മാർഗത്തിൽ യൂണിവേഴ്സിറ്റിയാണ് ഇവർക്ക് അഡ്മിഷനുള്ള കാര്യങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഹെൽപ്പ് ഡെസ്കിന്റെ ആവശ്യമില്ല, അവരെ നോക്കാനായി ഇവിടെ അധ്യാപകരുണ്ട്. അപ്പോൾ പുറത്തു നിന്ന് SFIക്കാരൻ വരുന്നു. ആ SFIക്കാരൻ അധ്യാപകനെ സഹായിച്ച അധ്യാപകനെയും എത്ര ക്രൂരമായ രീതിയിലാണ്, നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത്, എത്ര ക്രൂരമായ രീതിയിൽ അധ്യാപകനെ മർദ്ദിച്ചിട്ട് നിങ്ങൾ അറിയണം. ആ അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയുടെ കർണപുടം തല്ലിപ്പൊട്ടിച്ചു എന്ന പേരിൽ പഴയ ഇന്ത്യൻ ശിക്ഷാ നിയമം 325 26 ആയുധം ഉപയോഗിച്ചില്ല, ആ പ്രകാരം കേസെടുത്തിരിക്കുന്നു. ഇന്ന് വരെ ഈ അധ്യാപകനെ മർദ്ദിച്ച ഈ SFI കാവാലികർക്കെതിരെ ഒരു കേസ് പോലും എടുത്തിട്ടില്ല. ഏറ്റവും ഒടുവിലല്ലേ M. വിൻസെന്റ് MLAക്കും ചാണ്ടി ഉമ്മനുമെതിരെയും കേസെടുത്തത്? അവിടെ എന്താണ് പ്രശ്നം എന്ന് അന്വേഷിക്കാൻ വന്നവരാണ്. എന്തായാലും SFIക്കാരെ തൊട്ടിട്ടില്ല.